നമസ്കാരം. പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. നമ്മുടെ 2024 വിഷുഫലങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഈ വീഡിയോയിൽ അത്തം, ചിത്തിര, ചോതി ഈ 3 നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ സാമാന്യ വിഷുഫലങ്ങളെ പറ്റിയാണ് പറയുന്നത്. വിഷുഫലം എന്ന് പറയുന്നത് മേട സംക്രമത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് പറയുന്നത്. മേഷ സംക്രമം അല്ലെ മേട സംക്രമത്തിൻ്റെ പ്രത്യേകത എന്താണ്? മേട സംക്രാന്തിയുടെ നമ്മുടെ കാർഷിക വർഷത്തിൻ്റെ ആരംഭമാണ് മേട സംക്രാന്തി. അതായത് സൂര്യൻ മേടമാസത്തിലേക്ക് കടക്കുന്നു, മേടം രാശിയിലേക്ക് കടക്കുന്ന ദിവസമാണ് മേട സംക്രമമായിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അടുത്ത ഒരു വർഷത്തെ മഴ കണക്ക് കൂട്ടുന്നത്, വിളവ് കണക്ക് കൂട്ടുന്നത്, ഏതെല്ലാം രീതിയിലാണ് പ്രകൃതിയിൽ പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നത് എന്ന് കണക്ക് കൂട്ടുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ കലണ്ടറുകൾ അപ്ഡേറ്റ് ചെയ്യാതിരിക്കുന്നത് കൊണ്ട് പ്രവചനങ്ങളിൽ കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ, കാലാവസ്ഥാ പ്രവചനങ്ങളിൽ വ്യത്യാസങ്ങൾ വന്നു ചേരാറുണ്ട്. ഏകദേശം ഒരു 400 വർഷത്തെ കലണ്ടറുകൾ അപ്ഡേറ്റ് ചെയ്യാനുണ്ട്, മലയാളം കലണ്ടർ. അത് കൃത്യമായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഈ ഋതുക്കൾ മാറുന്നത് നമുക്കറിയാത്തതല്ല, നമുക്കത് കലണ്ടറുമായിട്ട് വ്യത്യസ്തമായിട്ട് അനുഭവപ്പെടുന്നതൊക്കെ. അപ്പോൾ ഈ മേടമാസത്തിൻ്റെ പ്രത്യേകത എന്താണ്? മേടം രാശിയിൽ സൂര്യൻ വരുമ്പോഴാണ്, സൂര്യൻ്റെ ഉച്ചരാശിയാണ് മേടം. മേടം 10 എന്ന് പറയുന്നത് സൂര്യൻ്റെ അത്യുച്ചവുമാണ്. സൂര്യൻ ഏറ്റവും കൂടുതൽ പ്രഭാവമുള്ള ഒരു സമയമാണ് സൂര്യൻ മേടരാശിയിൽ സഞ്ചരിക്കുന്ന സമയം. അപ്പം മേട മാസത്തിൻ്റെ പ്രാധാന്യവും മേടപ്പത്തിൻ്റെ പ്രാധാന്യവും മനസ്സിലായല്ലോ. അപ്പം വിഷുവിന് നമ്മൾ കണിയൊരുക്കുമ്പോൾ വിളവുകളാണ്, നമ്മുടെ പറമ്പിൽ നിന്നും വിളവെടുക്കുന്ന സാധനങ്ങളാണ് നമ്മൾ കണിയായിട്ട് അന്ന് സമർപ്പിക്കുന്നത്. നമ്മൾ ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹമാണ് വെക്കുന്നതെങ്കിലും സൂര്യഭഗവാന് കണിയായിട്ട് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. കൃഷിയുടെ ദേവനാണ് സൂര്യൻ. അതുകൊണ്ടാണ് 10-ാം ഉദയത്തിന് നമ്മൾ പുന്നല്ലരി പായസമൊക്കെ നേദിക്കുന്നത്. ആദിത്യ മന്ത്രങ്ങൾ ജപിക്കുകയും പുന്നല്ലരി കൊണ്ടുള്ള പായസം നേദിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള ഒരു ശാസ്ത്രം അതാണ്. അപ്പോൾ നമുക്ക് അത്തം, ചിത്തിര, ചോതി നക്ഷത്രക്കാരുടെ മേട മാസഫലങ്ങൾ നോക്കാം. ആദ്യമായിട്ട് നമുക്ക് അത്തം നക്ഷത്രത്തിൻ്റെ ഫലം നോക്കാം. അത്തം നക്ഷത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ആദിത്യനാണ് അതിൻ്റെ ദേവത. പക്ഷേ ഈ അത്തം നക്ഷത്രക്കാർക്ക് പൂർണ്ണമായും ഗുണകരമല്ല വിഷുഫലം. അപ്പോൾ കന്നിരാശിയുടെ ഫലം വെച്ച് നോക്കുമ്പോൾ കുറേ ഗുണഫലങ്ങൾ ഉണ്ട് എങ്കിൽ പോലും നക്ഷത്രഫലം അല്ലെങ്കിൽ വിഷു സംക്രമം കൊണ്ടുള്ള നക്ഷത്രഫലം നോക്കുമ്പോൾ അത്ര ഗുണകരമല്ല എന്ന് നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. എന്നാൽ തീരെ മോശവുമല്ല. പ്രവൃത്തി തടസ്സങ്ങൾ ഉണ്ടാകാം എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. ഏതൊരു കാര്യങ്ങൾക്കും ആദ്യം ഇറങ്ങുമ്പോഴേ സാധിക്കണം എന്നില്ല. ചിലപ്പോൾ 1-2 തവണ ശ്രമിക്കേണ്ട അവസ്ഥ ഉണ്ടാകും. ബന്ധുജനങ്ങളുമായിട്ട് വിരോധം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ബന്ധുക്കളിൽ നിന്നും വിഷമം സൃഷ്ടിക്കുന്ന അനുഭവങ്ങളും ഉണ്ടായേക്കാം. അതുമൂലം കലഹമോ അപമാനമോ ഒക്കെ സംഭവിക്കാനും സാധ്യതയുണ്ട്. ബന്ധുക്കൾ മുഖേന അപകീർത്തികരങ്ങളായ കാര്യങ്ങൾ സംഭവിച്ചേക്കാം. കുടുംബക്ലേശമോ കുടുംബത്തിൽ ശത്രുതയൊക്കെ ഉണ്ടാകാനും ഇത് ഇടയാകും. എന്നാൽ മറ്റൊരു വശം നോക്കുമ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നമ്മളിൽ ഏൽപ്പിക്കപ്പെടുകയും ആ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് നിർവഹിക്കാൻ സാധിക്കുകയും ചെയ്യും. ഇത് ഭാവിയിലേക്കൊരു നേട്ടമാണ്. ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ഭാവിയിൽ അത് നമുക്ക് കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള പ്രചോദനമാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്ത് അതിൻ്റെ ഫലം കിട്ടിക്കഴിയുമ്പോൾ മനസ്സിൻ്റെ സന്തോഷം തിരികെ കിട്ടും. തൊഴിൽപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകും. കാരണം കഠിനാധ്വാനത്തിനുള്ള ഒരു അവസരമാണ് വരുന്നത്. കഠിനാധ്വാനം ചെയ്യേണ്ടി വരും, പക്ഷേ അതിലൂടെ നേട്ടങ്ങൾ ഉണ്ടാകും. പ്രമോഷനോ അല്ലെ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്കുള്ള സ്ഥലമാറ്റമോ ഒക്കെ കിട്ടാം. വരവിനേക്കാൾ ചെലവ് അധികരിക്കും എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ധനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ വേണം. ഇഷ്ടപ്പെട്ട തൊഴിലുകൾ ചെയ്യാനുള്ള അവസരം ഉണ്ടാകും. അതായത് ഇപ്പോഴുള്ള ജോലിയൊന്നും മാറിയിട്ട് പുതിയൊരു തൊഴിലിലേക്ക്, ഇഷ്ടപ്പെട്ട ഒരു മേഖലയിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും. അതല്ല, ഇപ്പോൾ ചെയ്യുന്ന ജോലിയോടൊപ്പം ഹോബിയായിട്ട് ഒരു കാര്യം കൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതും സാധിക്കും. അതിലൂടെ വരുമാനവും ലഭിക്കുന്നതാണ്. ബുദ്ധിപൂർവ്വം അത് കൈകാര്യം ചെയ്താൽ ഹോബിയിലൂടെ വരുമാനങ്ങൾ ലഭിക്കും. വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. വാഗ്ദാനങ്ങൾ പലപ്പോഴും സമയത്ത് പാലിക്കാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടാകും. അപ്പോൾ ഒരു ശ്രദ്ധ വേണം. നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അത് മൊബൈലിൽ ഒരു റിമൈൻഡറായിട്ട് ഇടുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കുറിച്ച് വെക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ മറന്നുപോകും മറ്റു പല തിരക്കുകൾക്കും ഇടയിൽ.
അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ഭാഗ്യ പരീക്ഷണങ്ങൾ ഗുണകരമാകണമെന്നില്ല. ലോട്ടറി അടിക്കാനൊക്കെ പ്രതീക്ഷിച്ചിരുന്നാലും സാധിക്കണം എന്നില്ല. അതേസമയത്ത് ബിസിനസ്സിൽ സാമാന്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന കാലഘട്ടവുമാണ്. ആ വ്യാപാര രംഗത്ത് പുതിയ മേഖലകളിൽ വ്യാപാരങ്ങൾ തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പുതിയ സ്ഥലങ്ങളിലേക്ക് നിലവിലുള്ള വ്യാപാരം വികസിപ്പിക്കാനുള്ള സാധ്യതയും ഉണ്ട്. ചെലവ് വർദ്ധിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ സാമ്പത്തികമായ വിഷമതകൾ ഇടയ്ക്കിടെ നേരിടാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ മേലധികാരികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നുമൊക്കെ സാമാന്യം സഹകരണം കിട്ടുന്ന കാലവുമാണ്. ആരോഗ്യപരമായ ചില വിഷമതകൾ അനുഭവിക്കേണ്ടി വരും. സന്താന യോഗം ഉള്ള കാലമാണ്. അല്ലെങ്കിൽ സന്താന യോഗത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തെളിഞ്ഞു വരും. ചികിത്സയൊക്കെ ഫലിച്ചു തുടങ്ങും. വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ വേണ്ടി വരുന്ന കാലമാണ്. ഭൂമി വിൽപ്പന നടത്തുന്നതാണ്. പരമ്പരാഗതമായിട്ട് കിട്ടിയ ഭൂമി ഉണ്ടെങ്കിൽ അത് വിൽപ്പന നടത്തിയിട്ട് കൂടുതൽ നല്ല ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ഇറക്കാനുള്ള സാധ്യതയുണ്ട്. ഏജൻസി പ്രവർത്തനങ്ങൾ മുഖേനയും മറ്റേതെങ്കിലും വ്യാപാരത്തിൻ്റെ ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കുന്നതിലൂടെയും മധ്യസ്ഥതകൾ വഹിക്കുന്നതിലൂടെയൊക്കെ ധനലാഭം ഉണ്ടാകും. വക്കീലായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്കും ഗുണകരമാണ്. നീതിന്യായ വ്യവസ്ഥിതിയിൽ ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി വാദിക്കാനായിട്ട് നിൽക്കുന്നയാൾ എന്ന് പറയാം. അപ്പോൾ വക്കീൽ എന്ന് നമുക്ക് ഇന്നത്തെ അവസ്ഥയിൽ പറയാം. ആ രീതിയിലുള്ള ആളുകൾക്ക് പ്രയോജനകരമാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ബന്ധങ്ങൾ ഒത്തുവരാനുള്ള സമയവും ആണ്. അപ്പോൾ അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇത്രയുമാണ്. അധിക ചെലവും ആരോഗ്യ പ്രശ്നങ്ങളും ഇടയ്ക്കുള്ള തടസ്സങ്ങളുമാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പം ദോഷപരിഹാരത്തിനായിട്ട് ശിവക്ഷേത്ര ദർശനം നടത്തുക. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. ഇല്ലെങ്കിൽ ത്രയംബക അർച്ചന നടത്തുക. ഇത് രണ്ടും രോഗം കൊണ്ടുള്ള തടസ്സങ്ങൾ മാറാനും രോഗദുരിതങ്ങൾ മാറാനും ഒക്കെ ഉത്തമമാണ്. പിന്നെ എല്ലാ ദിവസവും ശിവനാമം ജപിക്കുന്നത് നല്ലതാണ്. പിന്നെ ആദിത്യ ഹൃദയം പോലുള്ള മന്ത്രങ്ങൾ, നവഗ്രഹ സ്തോത്രത്തിലെ ആദിത്യൻ്റെ സ്തോത്രം ഉണ്ടല്ലോ, ജപാകുസുമ സങ്കാശം, കാശ്യപേയം മഹാദ്യുതീം, തമോഘ്നം സർവപാപഘ്നം പ്രണതോസ്മി ദിവാകരം എന്നുള്ള നവഗ്രഹ സ്തോത്രം സൂര്യൻ്റേത് ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. പിന്നെ ശാസ്താവിന് വഴിപാടുകൾ നടത്തുക. മഹാവിഷ്ണുവിന് അർച്ചന ചെയ്യുന്നതും വളരെ ഉത്തമമാണ്. കുടുംബദേവതയ്ക്ക് ഒരു പട്ട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഒരുപാട് തടസ്സങ്ങൾ മാറിക്കിട്ടും. വ്യാപാരത്തിലൊക്കെ പുരോഗതി ഉണ്ടാകാനും കുടുംബ ഐശ്വര്യം ഉണ്ടാകാനും ഒക്കെ അത് വളരെ നല്ലതാണ്. അടുത്തത് ചിത്തിര നക്ഷത്രക്കാരുടെ ഫലമാണ്. ചിത്തിര നക്ഷത്രം 2 കൂറുകളിലായിട്ടാണ് വരുന്നത്. ആദ്യത്തെ പകുതി കന്നിക്കൂറിലും രണ്ടാമത്തെ പകുതി തുലാക്കൂറിലും. അപ്പോൾ കന്നിക്കൂറിൽ വരുന്ന ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചില തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും അമിത ചെലവുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും മോശം രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മനക്ലേശവും അപമാനമൊക്കെ ബന്ധുക്കൾ മുഖേന സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ പല കാര്യങ്ങളും സാധിച്ചു കിട്ടുകയും ചെയ്യും. പുതിയ ഒരു ജോലി കിട്ടാനോ അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥലമാറ്റം ഉണ്ടാകാനോ ഒക്കെ ആഗ്രഹിച്ചാൽ അതൊക്കെ സാധിച്ചു കിട്ടുകയും ചെയ്യും കന്നിക്കൂറിൽപ്പെട്ട ചിത്തിര നക്ഷത്രക്കാർക്ക്. തുലാക്കൂറിൽ പെട്ട ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കുറേ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുമെങ്കിലും കുറേ പ്രതിസന്ധികളും നേരിടേണ്ടി വരും. പണം കൈകാര്യം ചെയ്യുന്നതിൽ അതീവ ജാഗ്രത പുലർത്തേണ്ട ഒരു കാലമാണ്. കർമ്മരംഗത്ത് നല്ല മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. തുലാക്കൂറിൽപ്പെട്ട ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് കാര്യങ്ങൾ നടന്നാൽ പോലും ഉദ്ദേശിക്കുന്ന ഫലം കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പ്രയാസം. മനക്ലേശവും അപമാനമൊക്കെ ഉണ്ടാകും എന്നുള്ളത് നേരത്തെ പറഞ്ഞല്ലോ. വിചാരിച്ച കാര്യങ്ങൾ പലതും സമയത്ത് സാധിച്ചു കിട്ടുകയില്ല. ധനപരമായിട്ട് അനുകൂല സമയം അല്ല എന്ന് പറഞ്ഞാൽ ചെലവ് വർദ്ധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന വിഷമതകൾ പലതും മാറിക്കിട്ടും. തുലാക്കൂറിൽപ്പെട്ടവർക്ക് സന്താന ഗുണം ഉണ്ടാകും. കുടുംബസൗഖ്യത്തിൽ വർധന ഉണ്ടാകും. ബിസിനസ്സിൽ സാമാന്യമായ പുരോഗതി ഉണ്ടാകും. അവിടെയും ശ്രദ്ധിക്കേണ്ടത് അമിത ചെലവ് ഒഴിവാക്കുക എന്നുള്ളതാണ്. ജോലി സ്ഥിരമാകാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ട് ധാരാളം യാത്രകൾ വേണ്ടിവരും. ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിൽ അല്പം ബുദ്ധിമുട്ടിയാണെങ്കിൽ പോലും വിജയം കൈവരിക്കാൻ അവർക്ക് സാധിക്കും. പരീക്ഷാ വിജയം ഉണ്ടാകും. വാതജന്യ രോഗങ്ങൾ മൂലം വിഷമിക്കുന്ന അവസ്ഥയും ഉണ്ടാകും. ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക. അപ്പം ചിത്തിര നക്ഷത്രക്കാർ ധർമ്മശാസ്താവിനെ പ്രധാനമായിട്ടും ഭജിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ശനിയാഴ്ചകളിൽ ശനിദേവന്
അർച്ചന നടത്തുകയോ എള്ളുതിരി തെളിയിക്കുകയോ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് മഹാദേവനെയും കൂടെ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിയെയും പ്രാർത്ഥിക്കുന്നത് വളരെ ഗുണകരമാണ്. അടുത്തത് ചോതി നക്ഷത്രക്കാരാണ്. ചോതി നക്ഷത്രം തുലാക്കൂറിൽ ഉൾപ്പെടുന്ന നക്ഷത്രമാണ്. അവർക്ക് ശത്രുദോഷം ഉണ്ടാകാൻ ഇടയുള്ള കാലമാണ് ഈ അടുത്ത ഒരു വർഷം. പല തടസ്സങ്ങളും നേരിടേണ്ടി വരും. എന്നാൽ ഈശ്വരീയമായ ഒരു പ്രീതി അവർക്കുണ്ടാവുകയും ചെയ്യും. പൂർണ്ണമായിട്ടും ദോഷകരം എന്ന് പറഞ്ഞുകൂടാ. പക്ഷേ ശത്രുദോഷത്തിൻ്റെതായ കുറേ കുടിലതകൾ അവർക്ക് അനുഭവിക്കേണ്ടിയും വരും. ബന്ധുക്കളിൽ നിന്നായിരിക്കും പലപ്പോഴും ശത്രുത നേരിടേണ്ടി വരുന്നത്. അതൊരു രസകരമായ കാര്യമാണ്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ ഉപകാരം ചെയ്തു കൊടുത്ത ആൾക്കാർ പലരും ആ ഉപകാരം മറന്നു പോകും. നമുക്ക് ഉപകാരം ചെയ്തവരാണല്ലോ, നമ്മൾ പല സഹായവും അവർ ചെയ്തതാണല്ലോ എന്നുള്ള കാര്യമൊക്കെ മറന്നു പ്രവർത്തിക്കുന്ന ആ വിഷമകരമായ ഒരവസ്ഥയും ഉണ്ടാകും. കടം കൊടുത്തത് തിരിച്ചു കിട്ടാൻ വിഷമിക്കും. ബന്ധുജനങ്ങളുടെ വിരോധം അതുമൂലം ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. എന്നാൽ ചില ബന്ധുക്കളിൽ നിന്ന് സഹായം ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ട്. പിന്നെ നമുക്ക് ചോതി നക്ഷത്രക്കാരുടെ ഫലം നോക്കുമ്പോൾ മനസ്സിന് സന്തോഷം നൽകുന്ന ചില വാർത്തകൾ ഇടയ്ക്കിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള യോഗമുണ്ടാകും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി ഉണ്ടാകും. എന്നാൽ അതേസമയത്ത് മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അധികം പണം ചെലവഴിക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടമാണ്. പ്രവർത്തനപരമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചനം ലഭിക്കും. എന്നാലും അതിൻ്റെ ഒരു സമ്മർദ്ദം എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും. പ്രവർത്തന മേഖലകളിൽ സമ്മർദ്ദം ഉണ്ടാകും. എങ്കിലും നമ്മുടെ പ്രവൃത്തി ഉണ്ടല്ലോ, ചെയ്യുന്ന പ്രവൃത്തിയുടെ സമയത്ത് നമുക്കത് ചെയ്ത് നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ സാധിക്കുകയും ചെയ്യും. ഒരു മാനസിക സമ്മർദ്ദമാണ് കൂടുതൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത്. പൈതൃക സ്വത്ത് ലഭിക്കാൻ സാധ്യതയുണ്ട്. എല്ലുകൾക്കും പല്ലുകൾക്കും രോഗസാധ്യതയുള്ള കാലമാണ്. ഇരുചക്രവാഹനമൊക്കെ ഉപയോഗിക്കുന്നവരൽപ്പം ശ്രദ്ധ പുലർത്തുക. യാത്രകൾ വേണ്ടിവരും. ആ യാത്രകളിലെ ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കാത്തത് മൂലമുണ്ടാകുന്ന അസ്വസ്ഥതകൾ നേരിടേണ്ടി വരും. ഉന്നത വിദ്യാഭ്യാസ ആവശ്യത്തിനായിട്ടാണ് കൂടുതൽ യാത്രകൾ വേണ്ടി വരുന്നത്. മക്കളുടെ ഉന്നത വിദ്യാഭ്യാസം അല്ലെങ്കിൽ സ്വന്തം വിദ്യാഭ്യാസം, ജോലിയൊക്കെ കിട്ടിയിട്ടുള്ള ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ പഠിക്കുന്ന ആൾക്കാരാണെങ്കിലും ഒക്കെ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ജോലി കിട്ടിയിട്ട് പഠനം തുടരുന്നവരുണ്ടല്ലോ, അങ്ങനെയുള്ളവരുടെ ഉന്നത വിദ്യാഭ്യാസമാകാം. അല്ലെങ്കിൽ ഇപ്പം ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് ഹയർ എഡ്യൂക്കേഷന് പോയിട്ടുള്ള ആൾക്കാരുടെ കാര്യമാകാം. അതിൽ അല്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഭക്ഷണപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. മത്സര പരീക്ഷകളിൽ വിജയസാധ്യത ഉണ്ട്. സാമ്പത്തിക ഇടപാടുകൾ വളരെയധികം സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാലഘട്ടവുമാണ്. പുതിയ ചില ബന്ധുക്കൾ കുടുംബത്തിലേക്ക് വന്നു ചേരാനുള്ള സാധ്യതയും ഉണ്ട്. സുഹൃത്തുക്കളിൽ നിന്നും ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. അപ്പം നമ്മളത് പരസ്പര വിരുദ്ധമായ കുറച്ച് കാര്യങ്ങൾ ഇതിലുണ്ട് എന്ന് ഒറ്റനോട്ടത്തിൽ അനുഭവപ്പെട്ടേക്കാം. നമ്മൾ ഉപകാരം ചെയ്തു കൊടുത്ത പല ആളുകളും നമുക്കെതിരെ തിരിയുന്ന കാലഘട്ടമാണ് എങ്കിൽ പോലും സുഹൃത്തുക്കളും ചില ബന്ധുക്കളും നമ്മളെ വേണ്ട സമയത്ത് സഹായിക്കുകയും ചെയ്യും. പൊതുവെ നോക്കുമ്പോൾ ഒരു ദൈവാധീനം ലഭിക്കും. നമ്മുടെ പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കേണ്ട ഒരു കാലഘട്ടമാണ് എന്നുള്ളത് ഒരു സൂചനയാണ് ഈ വിഷുഫലം ചോതി നക്ഷത്രക്കാർക്ക് തരുന്നത്. ചോതി നക്ഷത്രക്കാര് ദേവീ ഭജനം കൃത്യമായിട്ട് ചെയ്യുക. ജന്മനാളിൽ ദേവീ ദർശനം നടത്തി അർച്ചന നടത്തുക, പട്ട് സമർപ്പിക്കുക, പിടിപ്പണം ഒരു പിടി നാണയം എണ്ണാതെ എടുത്ത് അത് സമർപ്പിക്കുക. കുടുംബദേവതയ്ക്ക് എന്താണോ വഴിപാട് ആ ദേവതയുടെ സങ്കല്പം അനുസരിച്ചുള്ള വഴിപാടുകൾ ചെയ്യുക. അപ്പോൾ അതൊക്കെ നല്ലതാണ്. ജന്മനാളിൽ ഒരു അർച്ചന നടത്തിയാൽ മാത്രം വലിയ ഗുണം ലഭിക്കുന്നതാണ്. അതൊന്ന് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ദേവിക്ക് ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന നടത്തുന്നത് നല്ലതാണ്. അപ്പോൾ അത് ഒക്കെ വളരെ പണച്ചെലവ് കുറഞ്ഞ വഴിപാടായതുകൊണ്ട് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ദേവീ ദർശനം നടത്തുന്നതും ദേവിക്ക് വഴിപാട് ചെയ്യുന്നതും ഈ കാലത്ത് വളരെ ഉത്തമമാണ്. ഇതാണ് നമുക്ക് അത്തം ചിത്തിര ചോതി നക്ഷത്രക്കാരുടെ അടുത്ത ഒരു വർഷത്തെ വിഷുഫലമായിട്ട് പൊതുവിൽ പറയാനുള്ളത്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും അപേക്ഷിക്കുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വിജയവും ജീവിതത്തിൽ വിജയവും ഉണ്ടാകട്ടെ. പ്രതിസന്ധികളെയൊക്കെ വളരെ ഫലപ്രദമായിട്ട് നേരിടാനായിട്ട് ദൈവാനുഗ്രഹം സിദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.